നമസ്കാരം. ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വാഹനം ഡെലിവറി എടുക്കുക, എങ്ങനെയാണ് ഒരു വാഹനം ഇൻസ്പെക്ട് ചെയ്യുക, യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാഹനം നിർമ്മിക്കുന്നത് ഒരു മാനുഫാക്ചറിൻ്റെ ഒരു പ്ലാന്റിലായിരിക്കും. ഇവിടുന്ന് ഈ പ്ലാന്റിൽ നിന്ന് നിർമ്മിച്ച വാഹനം ഒരു ഡീലറിൻ്റെ അടുത്തെത്തിയിട്ട് ഡീലർ മുഖേനയാണ് ഈ വാഹനം ഒരു കസ്റ്റമറിന് ലഭിക്കുന്നത്. എവിടെയാണ് ഈ പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നത്? എല്ലാവരെയുമല്ല, എന്നാൽ പോലും കുറച്ച് കേസുകളിൽ ഡീലർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അപാകതകൾ അല്ലെങ്കിൽ ഫ്ലോസ്, വീഴ്ചകൾ, അതാണ് പ്രധാനമായിട്ടും ഒരു കാർ ബൈയിങ് പ്രോസസ്സിൽ ഒരു കസ്റ്റമറിന് സംഭവിക്കുന്ന വലിയ നെഗറ്റീവുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് യഥാർത്ഥ പ്രശ്നം, ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്. പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിഫക്റ്റീവായിട്ടുള്ളൊരു കാറ് അല്ലെങ്കിൽ നല്ലതല്ലാത്തൊരു കാർ ബൈയിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളതല്ല പറയേണ്ടത്. അത്തരമൊരു പ്രശ്നം വരാതെ ഒരു നല്ല കാർ എങ്ങനെ മേടിച്ചെടുക്കാം. എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത്തരത്തിലുള്ള നമ്മുടെ വ്ളോഗുകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ, അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഹെൽപ്പ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളൊരു കാർ ബൈയിങ് പ്രോസസ്സിനെ നമുക്ക് ശരിക്കും മൂന്നായിട്ട് വിഭജിക്കാം. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള കാര്യമാണ്. ഒരു ഡിസിഷൻ എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പല വീഡിയോസിലും ഈ ഒരു കാര്യം പറഞ്ഞതാണ്. ചില കാര്യങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ടായിരിക്കും, ക്ഷമിക്കുക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒരു ഡീലർഷിപ്പിൽ നിന്നും ഒരു വാഹനം എങ്ങനെ ഹെൽത്തി ആയിട്ട് നെഗോഷിയേഷന് വിധേയമായിട്ട് നമുക്ക് എങ്ങനെ വാങ്ങിച്ചെടുക്കാം, നമ്മുടെ ബഡ്ജറ്റിൽ എങ്ങനെ വാങ്ങിച്ചെടുക്കാം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒരു കാറിനെ എങ്ങനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയാണ്. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ജീവിതത്തിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി തന്നെയാണ്. നമ്മളൊരു സിനിമയെ പറഞ്ഞിട്ടില്ലേ, അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ആവശ്യം എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മളല്ലേ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോണ്ടൻറ്റിൽ നിന്ന് തെന്നിപ്പോകുന്നില്ല എന്നാലും പറയണം, നമ്മൾ ഒരുപാട് അഡ്വൈസ് ചകഞ്ഞ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് അഡ്വൈസ് തേടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള അഡ്വൈസുകൾ ലഭിച്ചാൽ നിങ്ങളൊരു കാർ വാങ്ങില്ല. നിങ്ങളെന്ത് ചെയ്യും? ഈ ഒരു പ്രോസസ്സിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് നിങ്ങൾ പോകും. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്, അത് ഫുൾഫില്ല് ചെയ്യുന്ന ഒരു വാഹനം, ഒരു 5 വർഷത്തേക്കോ 8 വർഷത്തേക്കോ അപ്ഗ്രേഡ് ചെയ്യാതെ കൊണ്ടു നടക്കാൻ കഴിയുന്നൊരു വാഹനം. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ അവർ വളർന്ന് വലുതാകുമ്പോഴും ആ വാഹനം ഉപയോഗിക്കാൻ കഴിയണം. അതുമാത്രമല്ല, നമ്മുടെ ബഡ്ജറ്റിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്നൊരു വാഹനമായിരിക്കണം. വളരെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുന്നൊരു വാഹനമായിരിക്കണം. അതുമാത്രമല്ല, നമുക്ക് നല്ല സേഫ്റ്റിയും കംഫർട്ടും ഒക്കെ നൽകുന്ന ഒരു വാഹനമായിരിക്കണം. കുറച്ച് കാലം കൊണ്ട് നടക്കണം, ഉപയോഗിക്കണം. ആ ഒരു ആംഗിളിലേ ഒരു വാഹനം വാങ്ങാവുള്ളൂ. പ്രധാനമായിട്ടും അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. രണ്ടാമത്, ഏത് കാറ്റഗറി വാഹനം, ഏത് ടൈപ്പ്, സെഡാൻ വേണമോ, കോമ്പാക്റ്റ് സെഡാൻ വേണമോ, ഹാച്ച് ബാക്ക് വേണമോ, അതല്ല മിഡ് സൈസ് SUV വേണമോ, കോമ്പാക്റ്റ് SUV വേണമോ, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കണം. അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. ഏത് സമയത്ത് നമ്മുടെ ബഡ്ജറ്റിലേക്ക് ഈ ഒരു വാഹനം വരും? നല്ല മൂവിങ് ഉള്ളൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഓഫേഴ്സൊന്നും കിട്ടത്തില്ല. എന്നാൽ പോലും നമ്മുടെ ഒരു ബഡ്ജറ്റിലേക്ക് ഓഫറുകൾ ഉൾപ്പെടെ ഈ ഒരു വാഹനം വരാൻ സാധ്യതയുണ്ടോ? അതിന് കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഫീൽഡിനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതല്ല, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഏത് ടെക്നോളജി വന്നാലും നമ്മുടെ ആവശ്യം നടക്കുന്നൊരു കാറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലാതെ നമ്മളൊരു വാഹനം വാങ്ങുമ്പോഴത്തേക്കും അടുത്ത ടെക്നോളജി വരാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇതിനൊരു അപ്ഡേഷൻ വരാൻ പോവുകയാണ്, ഇതൊന്നും കേട്ട് പരിഭ്രമിച്ച് നിന്നാൽ ഒരിക്കലും ഒരു കാറ് വാങ്ങി. ഇനി മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളെടുത്തൊരു തീരുമാനം 1-2 പേരുടെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും മാറ്റരുത്. ചിലപ്പോൾ ആ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കാർ ബൈയിങ് പ്രോസസ്സിനെ കുറിച്ച് കാര്യമായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അവർ പറയും, എന്തിനാണ് ഈ ഒരു വാഹനം എടുക്കുന്നത്, ഇതിപ്പോൾ ആരെങ്കിലും എടുക്കുമോ? നിങ്ങൾ ഏത് വാഹനം എടുത്താലും നിങ്ങൾക്ക് ഒരു 10 പേരെ കണ്ടു കഴിഞ്ഞാൽ 8 പേരും അതിനെ നെഗറ്റീവായിരിക്കും പറയുന്നത്. ഇതെടുക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ അതെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ, ഇത് പുതിയൊരു വാഹനം വരുന്നില്ലേ, എന്തിനാണ് ഇതെടുത്തത്, ഇതിന് ഇന്ന കംപ്ലൈൻ്റ് ഉണ്ട്. ഇവർക്കൊന്നും നിങ്ങളുടെ അത്ര പോലും ബോധ്യം ആ ഒരു വാഹനത്തെക്കുറിച്ച് ഉണ്ടായിരിക്കില്ല. തീർച്ചയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളൊരു സെയിൽസ് ഔട്ട്ലെറ്റിലേക്ക് പോവുകയാണ്. അവരാണ് വാഹനം നമുക്ക് തരുന്നത്. കമ്പനിയും കസ്റ്റമറും തമ്മിൽ ഡയറക്റ്റ് ഒരു കോൺടാക്റ്റ് ഇല്ല. ഈ കോൺടാക്റ്റ് വരുന്നത് ഈ സെയിൽസ് ഔട്ട്ലെറ്റ് വഴിയാണ് അല്ലെങ്കിൽ ഷോറൂം വഴിയാണ്. അവിടെ നിങ്ങൾ വളരെ ജാഗരൂകരാകണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൃത്തിയായിട്ട് നിങ്ങളുടെ വാഹനം PDI ചെയ്യണം.
നിങ്ങളുടെ വാഹനം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങളുടെ വാഹനം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിനു മുമ്പ് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഹെൽത്തി ബാർഗെയിനൊക്കെ ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് ആ ഒരു വാഹനം കൊണ്ടുവരണം. എന്തൊക്കെയാണ് ആഡ് ഓൺസ് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് മാത്രമല്ല ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം, നിങ്ങൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വാഹനം പ്ലാന്റിൽ നിന്ന് ട്രക്കിൽ കയറും, ട്രാൻസിറ്റ് ആവും. കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻജിൻ നമ്പറും ചേസിസ് നമ്പറും ലഭിക്കും. എന്നാണോ വാഹനം വരുന്നത്, ചിലപ്പോൾ ഒരു 5-ാം തീയതി രാവിലെ വരും, അല്ലെങ്കിൽ 5-ാം തീയതി വരും. അതപ്പോൾ നമ്മൾ ചോദിക്കുക, എന്നാണ് വരുന്നത്, രാവിലെയാണോ? നിങ്ങൾ രാവിലെ തന്നെ ചെല്ലുക. അതിന് നിങ്ങൾ മടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലക്ഷങ്ങളല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെല്ലുമ്പോൾ ട്രക്കിൽ നിന്ന് നിങ്ങളുടെ വാഹനം ഇറക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇറക്കിക്കോട്ടെ. ഇറക്കിയിട്ട് അവിടെ കിടന്നാൽ പോലും നിങ്ങൾ അവിടെ പോയിട്ട് അന്ന് തന്നെ പോയിട്ട് വാഹനം കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാലം ഈ ട്രക്കിൽ നിന്ന് വാഹനം ഇറക്കിയിട്ട് ഈ യാർഡിലിടാൻ പാടില്ല. ഈ യാർഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലതൊക്കെ നല്ലതാണ്, പക്ഷെ ഭൂരിഭാഗവും പേഴ്സൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാടും അതൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നൊരു സ്ഥലമായിരിക്കും. അവിടെ അധികം വാഹനം ഇടരുത്. അത് മാത്രമല്ല, ഈ യാർഡിലേക്ക് പോകുന്ന വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വാഹനത്തിന് കൃത്യം പോകത്തക്ക രീതിയിലായിരിക്കും വഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. മര്യാദയ്ക്ക് അത്യാവശ്യം ഒരു 2 അടി വീതി 2 സൈഡിലും ഇട്ട് ആ ഒരു രീതിക്കൊന്നും ഒരിക്കൽ പോലും യാർഡിലേക്ക് പോകുന്ന വഴികളൊന്നും ഉണ്ടാവില്ല. കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ, നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ഒരു വാഹനത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടോ? അതുമാത്രമല്ല, നിങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം PDA ചെയ്ത് ഇൻസ്പെക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉടനടി വാഹനം എടുക്കുക. വാഹനം ഡെലിവറി എടുക്കുന്ന അന്നും നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം, ഡോക്യുമെൻ്റ് എല്ലാം ചെക്ക് ചെയ്യുക. നാളത്തേക്കൊരു സാധനം തരാം, അല്ലെങ്കിൽ ഒരു പേപ്പർ തരാം, അല്ലെങ്കിൽ ഒരു കീ വന്നിട്ടില്ല, അതൊന്നും സമ്മതിക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾ A to Z ഇൻസ്പെക്റ്റ് ചെയ്യുക. അതിനുശേഷം വാഹനം എടുക്കുക. പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് വാഹനം ടോപ്പ് എൻഡിലേക്ക് പോകണം, അതല്ലെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യണം, അതല്ലെന്നുണ്ടെങ്കിൽ ടഫ്ലോൺ കോട്ടിങ് ചെയ്യണം, പ്രധാനമായിട്ടും ഈ പറയുന്ന ഫ്ലോറിങ് ചെയ്യണം, വിനൈൽ ഫ്ലോറിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, ഗ്രാഫൈൻ കോട്ടിങ്, സെറാമിക് കോട്ടിങ്, ഇതൊക്കെ നിങ്ങളോട് പറയും. നിങ്ങൾ ജുഡീഷ്യസ് ആയിട്ട് ചിന്തിക്കുക, അതിൻ്റെ ആവശ്യമുണ്ടോ, പിന്നീട് ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റിനെ ഒടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബേർഡൻ ആവുന്ന രീതിയിൽ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. മനസമാധാനവും നല്ല ആരോഗ്യവുമാണ് ഒരു മനുഷ്യൻ്റെ സമ്പത്തെന്ന് പറയുന്നത്. സമ്പത്ത് വന്നോളും, നമുക്ക് മനസമാധാനവും നല്ല ആരോഗ്യവും തീർച്ചയായിട്ടും വേണം. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫാണ് എല്ലാവർക്കും വേണ്ടത്. അതിനുള്ളൊരു അനുഗ്രഹം എല്ലാവർക്കും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. തീർച്ചയാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ വാഹനം വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, PDA ഒക്കെ നിങ്ങൾ ചെയ്യണം, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്. വാഹനം വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രൈവസി കീപ്പ് ചെയ്യുക. നിങ്ങൾ വാഹനം വാങ്ങിച്ചു എന്ന് ആരോടും കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വാഹനം വാങ്ങിക്കുക, നിങ്ങൾ ഉപയോഗിക്കുക. ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ വാഹനം ഉപയോഗിക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുക. അതുമാത്രമല്ല, കൃത്യമായ ഇടവേളകളിൽ വാഹനം സർവീസ് ചെയ്യുക. വാഹനത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു സെറ്റപ്പ് വീട്ടിൽ വേണം. അതായത് ഒരു ഷെഡോ കാര്യങ്ങളൊക്കെ വേണം. മഴ നനയാതെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. നിങ്ങളുടെ ആവശ്യത്തിനാണ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനാണ് നിങ്ങളൊരു വാഹനം വാങ്ങിച്ചത് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തക്ക രീതിയിലുള്ളൊരു EMI ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, റിവേഴ്സ് റിപ്പോ ഒക്കെ മാറുന്ന അനുസരിച്ചിട്ട് EMI ഫ്ലക്ച്വേറ്റ് ആവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ EMI എന്ന് പറയുന്നത് 7,500 രൂപയായിരിക്കും. ചിലപ്പോൾ റിപ്പോ നിരക്ക് കൂടി കഴിയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ 7,500 നിന്നും 7,800, അതല്ലെന്നുണ്ടെങ്കിൽ 7,850, 8,000 ഒക്കെ ആയെന്ന് വരാം. അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്നാലും ഒരു 200-300 രൂപയുടെയൊക്കെ ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾ കൃത്യം 7,500 തന്നെ വെച്ച് നോക്കരുത്. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ലോൺ എടുത്തിട്ട് 1 വർഷം കഴിയുമ്പോൾ, 1.5 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുക എന്നുള്ള രീതിക്ക് പോകാതിരിക്കുക. 8.85% നിങ്ങൾ 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 1 വർഷം എന്ന് പറയുന്നത് നിങ്ങൾ 14% പലിശയ്ക്കാണ് ലോൺ അടയ്ക്കുന്നത്. നിങ്ങൾ അടയ്ക്കുന്നതിൻ്റെ ഭൂരിഭാഗം എങ്ങോട്ടാണ് പോകുന്നത്? ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ വർഷം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും 13.5%. ആ 2 വർഷം കൊണ്ട് നിങ്ങൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് 13%. മൊത്തത്തിൽ 8% അല്ലെങ്കിൽ 8.80 ഒക്കെ ആയിരിക്കും. നിങ്ങളതും കൂടെ ചിന്തിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ വളരെ സംഗ്രഹിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇലക്ട്രിക് കാറുകളൊക്കെ വരുന്നുണ്ട്. ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇനി അങ്ങോട്ട് ധൃതി പിടിക്കാതെ സമാധാനത്തിൽ നിങ്ങളൊരു കാർ ബൈയിങ് പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്തിരിക്കണം. കയ്യിലുള്ള ക്യാഷ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു വാഹനം വാങ്ങാൻ ഓടിച്ചെന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ആലോചിച്ച് മാത്രം ഒരു തീരുമാനമെടുക്കുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.